നമ്മൾ പരിചയപ്പെടാനായി പോകുന്നത് 25 വർഷത്തിലേറെയായി തൃശ്ശൂർ നഗരത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന മമ്മി ഡാഡി ഫാഷൻ ഹബിനെയാണ്. അപ്പോൾ ഇവിടുത്തെ മാനേജിംഗ് ഡയറക്ടർ സൈമൺ സാറാണ് നമ്മുടെ കൂടെയുള്ളത്. ഹലോ, നമസ്കാരം. നമസ്കാരം. മമ്മി ഡാഡി കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 വർഷമായി തുടങ്ങിയിട്ട്. നമ്മുടെ തൃശ്ശൂർ ഇങ്ങനെ ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് അതാണ്, 25 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വർഷത്തെ പാരമ്പര്യമുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന, അതൊക്കെ കണ്ട് ഫേസ് ചെയ്തിട്ട് പോന്നിട്ടുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ 25 വർഷം മുൻപുള്ള ഒരു മാർക്കറ്റും ഇപ്പോഴത്തെ മാർക്കറ്റും ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പ്രത്യേകം പറ്റും. അപ്പോൾ ആ ഒരു മാർക്കറ്റിന്റെ വ്യത്യാസം എങ്ങനെയാണ് ചേട്ടന് ഫീൽ ചെയ്യുന്നത്? സാരികളൊക്കെ കൂടുതൽ ചിലവായിരുന്നു. ഇപ്പൊ ടോപ്പ്, അതുപോലെ ചുരിദാർ, റെഡിമെയ്ഡ് ഡ്രസ്സുകളൊക്കെ മറ്റേ തുണിയായിട്ടാണ് വന്നിരുന്നത്. ഇപ്പം എല്ലാം റെഡിമെയ്ഡായി ആകെ മാറ്റങ്ങൾ വന്നു. പിന്നെ ന്യൂ ജനറേഷൻ്റെ ഡ്രസ്സുകൾ അതൊക്കെ ആയിട്ട് മാറ്റം വന്നു. ഇപ്പോൾ അതായത് നമ്മൾ ട്രെൻഡിനനുസരിച്ചാണ് നമ്മുടെ ഒരു മാർക്കറ്റിംഗ് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഷോപ്പ് മാറുന്നുണ്ട്. ഞങ്ങൾ ആദ്യം താഴെയുള്ള ചെറിയ ഷോറൂമിലാണ് തുടങ്ങിയത്. ഇപ്പോൾ മുകളിലേക്ക് കയറി പിന്നെ ഇതിൻ്റെ മുകളിൽ വേറെ വലിയ ഷോറൂം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 2 ഷോറൂമാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ ഈ ഒരു 25 വർഷത്തെ മാർക്കറ്റിൽ വന്നിട്ടുള്ള മാറ്റമാണ് ഇത് പറഞ്ഞത്. ഇനി മാർക്കറ്റിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ 25 വർഷം മുൻപ് എങ്ങനെയാണോ നമ്മുടെ ഓഫേഴ്സ് ജനങ്ങളിലേക്ക് എത്തിച്ചത്, ഇന്ന് എങ്ങനെയാണ് എത്തിക്കുന്നത്, ഇത് രണ്ടും ഭയങ്കര വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ടോ? പിന്നെ ആദ്യം ഞങ്ങൾ പോസ്റ്റർ അതൊക്കെയായിരുന്നു പരസ്യം ചെയ്തായിരുന്നത്. ഇപ്പം സോഷ്യൽ മീഡിയ, അതുപോലെ TCV ചാനല്, അങ്ങനെ സിനിമയിൽ ഇതിൽ കൊടുക്കാറുണ്ട് പരസ്യങ്ങൾ. അത് നമ്മുടെ ചാനലിൽ നമ്മൾ കാണാറുണ്ട് ആഡ്. ഇപ്പോൾ പണ്ടൊക്കെ ഇപ്പം എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ നമുക്ക് മമ്മി ഡാഡിയുടെ പോസ്റ്റേഴ്സ് പലയിടങ്ങളിലും ഒട്ടിച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും കാണാം കേട്ടോ, അതുണ്ട്. അതുപോലെ പത്രങ്ങളിലൊക്കെയാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയ ചാനൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ പരസ്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു മാറ്റവും നമ്മൾ കാണുന്നുണ്ട്. ഇത്രയും 25 വർഷത്തെ ആ ഒരു പല മാറ്റങ്ങൾ ഫേസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റിങ്ങിൽ അങ്ങനെയുള്ള മാറ്റങ്ങൾ കാണുന്നുണ്ട്. ഇനി വീണ്ടും നമ്മൾ ബാക്ക് ടു 25 വർഷം മുൻപ് ഈ ഒരു ബിസിനസ് തുടങ്ങാം, ഇങ്ങനെ ഒരു ക്ലോത്തിങ് ബിസിനസ് തുടങ്ങാം എന്നുള്ള ഒരു ഐഡിയ അതെങ്ങനെ വന്നതാ? അത് നമ്മുടെ ഫാദറായിട്ട് തുടങ്ങി വെച്ചതാ. അത് ഞങ്ങൾ പിന്തുടരണമെന്ന് മാത്രം. അപ്പൊ ഈ ഒരു ക്ലോത്തിങ് ബിസിനസ്സിൽ വന്നിട്ട് ഹാപ്പി ആണോ? വളരെ ഹാപ്പിയാണ്. അത് നമുക്കറിയാലോ, കാരണം അങ്ങനെ ഹാപ്പി ആയതുകൊണ്ടാണ് ഈ ഒരു 25 വർഷം നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് അല്ലേ? 25 എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയൊരു വർഷ കാലയളവല്ല. ഈ ഒരു വലിയ വർഷങ്ങളിലും നമ്മൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ബിസിനസ്സിനോട് നമുക്കുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ്. എപ്പോഴും ഒരുപാട് ഓഫേഴ്സ് ആയിട്ടാണ് മമ്മി ഡാഡിയുടെ നമ്മൾ പരസ്യങ്ങൾ കാണാറുള്ളത്. അപ്പം ഇങ്ങനെ ഓഫേഴ്സ് ഒക്കെ അന്വേഷിച്ചിട്ട് ആളുകൾ എത്താറുണ്ടോ? വളരെ അകലിൽ നിന്ന് ആൾക്കാർ ഇവിടേക്ക് വരാറുണ്ട്. ഞങ്ങൾ നന്നായി വില കുറച്ചിട്ടൊക്കെ കൊടുക്കരുത്. എല്ലാതും മാർക്കറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഓഫറുകൾ കൊടുക്കാറുണ്ട്. ഇപ്പം നമ്മൾ ഓഫേഴ്സിനെ പറ്റി പറഞ്ഞു, ഒരുപാട് ഓഫേഴ്സ് നമ്മൾ എപ്പോഴും കൊടുക്കുന്നുണ്ട്. തൃശ്ശൂരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പം അതിനിടയിൽ നിന്ന് മമ്മി ഡാഡിയെ വ്യത്യസ്തമാക്കി നിർത്തുന്നത് എന്താണ്? ഈ ഓഫേഴ്സ് തന്നെയാണോ? അത് ഞങ്ങളെല്ലാ വസ്ത്രങ്ങളും പകുതി വിലക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ടോപ്പിന് പ്രത്യേക മാർക്കറ്റിംഗ് ഉണ്ട്. അതായത് ഞങ്ങൾ നല്ല പർച്ചേസ് ചെയ്യുന്ന കാരണം, ഞങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യുന്ന കാരണം ആൾക്കാർക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ കാഞ്ചീപുരം പട്ടുസാരി, ബനാറസ് സാരികളൊക്കെ ഞങ്ങൾ നന്നായി വില കുറച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ. പിന്നെ കല്യാണ പാർട്ടികളൊക്കെ വരാറുണ്ട്. കുഴപ്പമില്ല, വളരെ അകലെന്നുള്ള പാർട്ടികൾ ഇവിടെ എത്താറുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരോടും നല്ല വിശ്വാസമായിട്ട് പെരുമാറാറുണ്ട്. അത് കാരണം എല്ലാവർക്കും ഞങ്ങളെ വലിയ താല്പര്യമാണ്. അത് തന്നെയാണ് മമ്മി ഡാഡിയുടെ സീക്രട്സ് അല്ലേ? അപ്പോൾ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇനി എന്തൊക്കെ ഉണ്ട് മമ്മി ഡാഡിയിൽ വരികയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കിട്ടും? തൊട്ട് സെറ്റ് വരെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഒന്നിലും ഞങ്ങൾ പിന്മാറിയിട്ടില്ല. ഞങ്ങൾ ഐറ്റംസ് പിന്നെ കൂട്ടി കൊണ്ടുവരികയാണ്. അതായത് ചെറിയ കുട്ടികൾക്കുള്ള ബനിയൻ സെറ്റ്, അതുപോലെ ഫ്രോക്ക്, ടോപ്പ്, അത് ബാഗീസ്, അതുപോലെ റോപ്പ് ടോപ്പ്, അതുപോലെ അങ്ങനത്തെ കാഞ്ചീപുരം പട്ട് സാരി, ബനാറസ് സാരി, എല്ലാ ഐറ്റംസും ഞങ്ങളുണ്ട്. ഞങ്ങളുടെ തൊട്ട് സെറ്റ് വരെ ഉണ്ട്. എല്ലാത്തിനും ഇവിടെ സ്റ്റോക്ക്. ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനം ചോദിച്ചിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇല്ല എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാവാറില്ല. എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്, ഒന്നിനും കുറവില്ല ഇവിടെ. ഇനി ഓഫേഴ്സിനെ, ഇപ്പോൾ നിലവിലുള്ള ഓഫേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഓഫേഴ്സ്?
അത് ഇപ്പോൾ വസ്ത്രങ്ങൾ ഞങ്ങൾ പുതിയതായിട്ട് 75% വില കുറച്ചിപ്പോൾ ഓഫർ വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ, ഒരു 3 ടോപ്പിന് 200 രൂപയായിട്ട് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഷർട്ട് 300 രൂപ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പറ്റാവുന്നിടത്തോളം ജനങ്ങൾക്ക് സേവനം ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ചെയ്യണത്. തീർച്ചയായും അതെ. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വസ്ത്രങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ട്രെൻഡിനനുസരിച്ചുള്ള വസ്ത്രം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷേ റേറ്റ് ആണ് അവിടെ പലപ്പോഴും പ്രശ്നമായിട്ട് വരിക. പക്ഷെ മമ്മി ഡാഡിയിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു റേറ്റിന്റെ കാര്യത്തിൽ ആരും ടെൻഷൻ അടിക്കേണ്ട എന്നുള്ളതാണ് അല്ലേ? സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പരമാവധി സേവനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർ പല പല ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ കറക്റ്റ് ഒരു ഒരു മിനിറ്റ് നമ്മുടെ കറക്റ്റ് ഒരു എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ എവിടെയായിട്ട് വരും? ശക്തൻ തമ്പരം ബസ് സ്റ്റാൻഡ് തൃശ്ശൂർ അതിൽ ഉള്ള ബിൽഡിങ്ങിലാണ് ഞങ്ങളുടെ ഷോറൂം ഇരിക്കുന്നത്. ഈ വഴിക്ക് ബസ്സിൽ പോകുന്നവർക്കൊക്കെ കാണാം അല്ലേ? എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ വന്നു ചേരാൻ ഭയങ്കര സൗകര്യമുണ്ട്. പിന്നെ നല്ല സ്പോട്ടാണ്, ഭയങ്കര സൗകര്യമാണ്. കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതൊക്കെ? ബോംബെ, സൂററ്റ്, ഡൽഹി, ബാംഗ്ലൂര്, മദ്രാസ്, പല സ്ഥലങ്ങളിൽ നിന്നും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പണ്ട് മുറിച്ച് വാങ്ങുന്ന മെറ്റീരിയൽ എന്നുള്ളത് മാറി ഇപ്പോൾ കൂടുതൽ റെഡിമെയ്ഡ് ഐറ്റംസ് ആണ്. അപ്പോൾ ഈ ട്രെൻഡിനനുസരിച്ചുള്ള ഐറ്റംസ് നമുക്ക് അവിടെ നിന്നൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ എന്തായാലും ബിസിനസ് നല്ല രീതിയിൽ ഇനി മുന്നോട്ട് പോകട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.